സംവിധായകൻ ലോഹിതദാസാണ് മീരദാസ് എന്ന പേര് നൽകിയത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മീര വളരെ നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ജു വാര്യർക്ക് ശേഷം ആരെയും അലങ്കരിക്കാതെ സ്വാഭാവികമായ ശൈലിയിൽ അഭിനയം കാഴ്ചവെക്കാൻ മീരയ്ക്ക് കഴിഞ്ഞു. ചെറിയ കാലയളവിനുള്ളിൽ തന്നെ നിരവധി അവാർഡുകളും 2004 പാഠം എന്ന ഒരു വിലാപം എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും കരസ്ഥമാക്കാൻ മീരയ്ക്ക് സാധിച്ചു. മലയാള ഭാഷാ സിനിമകൾക്കൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും നിരവധി ചിത്രങ്ങൾ മീര ചെയ്യുകയുണ്ടായി. വിവിധ ഭാഷാ ചിത്രങ്ങളിലും സ്വാഭാവികതയുള്ള അഭിനയം കാഴ്ചവെക്കാൻ സാധിച്ച മീരയ്ക്ക് തനിമയുള്ള നല്ല നടി എന്ന ലേബൽ പതിച്ചു കിട്ടിയത് വളരെ പെട്ടെന്നായിരുന്നു. 2000-ന് ശേഷമുള്ള മലയാള ചലച്ചിത്ര നടന്മാരിൽ ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് മീരയുടെ സ്ഥാനവും. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, പൃഥ്വിരാജ് തുടങ്ങി മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ച മീര തമിഴിലും മാധവൻ, വിജയ്, സൂര്യ, അജിത്, വിശാൽ, പ്രസന്ന, ശ്രീകാന്ത്, ധനുഷ്, ഭരത് എന്നീ വമ്പൻ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചു. മലയാളത്തിൽ